ഓപ്പറേഷൻ സിന്ധു തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. പുഞ്ചിൽ സന്ദർശനം നടത്തുകയാണ് ആഭ്യന്തരമന്ത്രി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, ഗൗതം? ഭീകരതയ്ക്ക് ശക്തമായ താക്കീത് അതിർത്തിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് ആദ്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന് ഭീകരതയ്ക്കെതിരെ ശക്തമായ താക്കീതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഏത് രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാലും ശക്തമായ തിരിച്ചടി നൽകും എന്നും അമിത്ഷാ ഇപ്പോൾ അതിർത്തി പ്രദേശമായ പൂഞ്ചിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ജമ്മുവിലെത്തിയത്. ഇന്നലെ രാത്രിയിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒന്ന്, ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ. രണ്ട്, ജൂലൈ മാസം 3-ന് ആരംഭിക്കുന്ന അമർനാഥ് തീർത്ഥാടനം സംബന്ധിച്ചുമാണ് ഉന്നതതല യോഗത്തിൽ ഇന്നലെ രാത്രിയിൽ ചർച്ച നടന്നത്. ഇന്ന് അദ്ദേഹം പൂഞ്ചിലെത്തി. ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധി പ്രദേശവാസികളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുന്നു. അതുകൂടാതെയാണ് ഈ യോഗത്തിൽ ഇപ്പോൾ അമിത്ഷാ സംസാരിക്കുന്നത്. അനിൽ നമ്പ്യാർ.